ഏതാണ്ട് ഒരു മാസം പോലുമായില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇങ്ങനെ ഒരു പ്രചാരണം വന്നപ്പോൾ പറഞ്ഞ ആ പരാമർശമാണ് കഴുകന് പുറത്തിരിക്കുന്ന കുരുവി, ആ കുരുവി ഉണ്ടല്ലോ, കുരുവിയും കൊണ്ട് നിങ്ങൾ പറന്നോളൂ എന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഒരു കാര്യം കൂടി പക്ഷേ ശ്രീ അനിൽകുമാർ പറയണം. നിങ്ങളുടെ അടുത്ത് നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ ബി ജെ പിയിലേക്ക് അങ്ങ് ഒഴുകുകയാണ്. റെജി ലൂക്കോസ് ആണ് അതിൻ്റെ ഒരു വലിയ 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 പ്രതീകമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ചകളിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് രാജേന്ദ്രൻ, അങ്ങനെ ഒഴുക്കാണെന്നാണ് പറയുന്നത്. ഐഷ പോറ്റി പോയത് കോൺഗ്രസിലേക്കാണല്ലോ, അതുകൂടി ഒന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വരും ശ്രീ അനിൽകുമാറിന്. അല്ലേ, ഒരു കാര്യം മനസ്സിലാക്കുക, എസ് രാജേന്ദ്രനെ CPM പുറത്താക്കി. എത്ര കാലം മുമ്പ് പുറത്താക്കിയത്? ഈ ഐഷ പോറ്റി CPM നിന്ന് ഒഴിവായിട്ട് കാലത്രയായി. നമ്മൾ എത്ര കാലമായി? ഒരു കാര്യം മനസ്സിലാക്കിയോ, ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവസരവാദപരമായി വ്യക്തികളെ തേടി കോൺഗ്രസ് ഇറങ്ങും. എന്തിനിറങ്ങുന്നു? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശക്തരല്ല. നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. എന്താ വോട്ടിൻ്റെ കണക്ക്? ബഹുമാനപ്പെട്ട സേനാപതി അനുവദിക്കുമെങ്കിൽ വോട്ടിൻ്റെ കണക്ക് മാത്രം മതി. ലോകസഭ ഞങ്ങൾക്ക് 66 ലക്ഷം വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 84 ലക്ഷം വോട്ടുണ്ട്. UDFന് 90 ലക്ഷം വോട്ടുണ്ട്. ഞങ്ങളൊക്കെ 6 ലക്ഷം വോട്ട് കൂടുതലാണ്. പക്ഷെ 5.5 ലക്ഷം മലപ്പുറത്താണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗ് വിചാരിച്ചാൽ കേരളം മുഴുവൻ നടന്ന് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് UDFൻ്റെ പ്രശ്നം. അത്രയും മനസ്സിലാക്കിയോ? ഇതുകൊണ്ടാണ് ഈ ഭ്രാന്തെടുത്ത് കനകോലു കേരളം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെ കുത്തിത്തിരിപ്പുമായിട്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ 110 എന്ന് പറഞ്ഞാൽ നല്ല 110ലേക്കാണ്, നല്ല കോൺഫിഡൻസിലാണ്. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. ഒരു കനകൂലിൻ്റെ കളിയും കേരളം അംഗീകരിക്കാൻ. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി ഇങ്ങനെ 110 ക്ലെയിം ചെയ്യാൻ പോയാൽ കേരളത്തിൽ ആകെ 140 സീറ്റേ ഉള്ളൂ കേട്ടോ. നേരത്തെ സേനാപതി 110 പറഞ്ഞത്. അതെ, അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്താണെന്നറിയോ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ഗവൺമെൻറ് 5 കൊല്ലം ഭരിക്കുമ്പോൾ മാറുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രകൃതി നിയമം. എങ്ങനെയാണ് പ്രകൃതി നിയമം മാറിയത്? എപ്പോഴാണ്? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വർണം കടത്തി, ഈന്തപ്പഴത്തിൻ്റെ മറവിൽ, ഖുറാൻ്റെ മറവിൽ എന്തെല്ലാം നുണകൾ മുഖ്യമന്ത്രിക്കെതിരെ, ആപ്പീസിനെതിരെ. ഞങ്ങളെ കള്ള എന്ന് വിളിച്ചുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുകാരെന്ന് പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസ് കെ മാണിയുടെ പാർട്ടി പറഞ്ഞത് ഇടതുപക്ഷമാണ് ശരി. മനസ്സിലാക്കണം, ഞങ്ങളല്ലാണ്ട് നല്ല കാലത്ത് കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നതല്ല. അതുകൂടെ മനസ്സിലാക്കൂ. തുടർഭരണം കിട്ടുമെന്ന് കരുതിയിട്ടാണോ LDFിലേക്ക് കേരള കോൺഗ്രസ് വന്നത്? കേരള കോൺഗ്രസ് വരുമ്പോഴത്തെ ചരിത്രം എന്താണ്? സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിന് തോക്കും. എന്നിട്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ചാനലുകളെല്ലാം എണ്ണി തോപ്പിച്ചില്ലേ, മണിയാശാനെ അടക്കം. ബഹുമാനപ്പെട്ട സേനാപതി വേണുവിനെ അറിയാമല്ലോ, MM മണിയാശാൻ തോക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും സർവേ നടത്തിയവരുണ്ടല്ലോ ഇവിടെ. എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം? അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിനെ തോൽപ്പിക്കാൻ UDFന് ആവുന്നില്ല, ആവില്ല.